ജീവവചനമേ നമോ വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. പ്രിയ ദൈവമക്കളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് എന്നെ വിശ്വസിച്ചു. കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യോഹന്നാൻ 20:29. മാളിക മുറിയിൽ കൂടിയിരുന്ന ശിഷ്യന്മാർക്ക് ഉയർത്തെഴുന്നേറ്റ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവരോടുകൂടെ ഇല്ലായിരുന്നു. അവർ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു എന്ന് തോമസിനോട് പറഞ്ഞപ്പോൾ, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് പറഞ്ഞു. 8 ദിവസങ്ങൾക്ക് ശേഷം യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നു. യേശു തോമസിനോട് തന്റെ കൈകളെ കാൺകെ കൈ നീട്ടി വിലാപ്പുറത്ത് ഇടുക എന്ന് പറഞ്ഞു. തോമസ് യേശുവിനെ കർത്താവും ദൈവവും എന്ന് വിളിച്ചാരാധിച്ചു. തോമസ് സംശയം പറഞ്ഞപ്പോൾ യേശു അത് കേൾക്കുവാൻ അടുത്തുണ്ടായിരുന്നു. ബാഹ്യ നയനങ്ങൾ കൊണ്ട് യേശുവിനെ കാണുമ്പോൾ മാത്രമല്ല, കാണുവാൻ സാധിക്കാത്തപ്പോഴും യേശു അവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തോമസ് അവിശ്വസിച്ച് സംസാരിച്ചത് മുഴുവൻ യേശു കേട്ട് മനസ്സിലാക്കി. നാം ബാഹ്യ നയനങ്ങൾ കൊണ്ട് യേശുവിനെ കാണുന്നില്ലെങ്കിലും യേശു നമ്മെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ആത്മീയ വികാരങ്ങൾ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ അളവുകോലല്ല. നാം ആത്മീയ പ്രചോദനം അനുഭവിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയത്തും യേശു നമ്മോടുകൂടെയുണ്ട്. താൻ സമീപസ്ഥനായിരിക്കുന്നു എന്നത് അതിൽ തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. നാം ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോഴും താൻ സമീപത്ത് ഉണ്ട്. അപ്രകാരം വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി ഒരിക്കലും നിരാശനാകുകയില്ല. ഈ വിശ്വാസത്തോടുകൂടി എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ താൻ നിശ്ചയമായും കേൾക്കും. നമ്മുടെ വികാരം യേശുവിന്റെ സാന്നിധ്യത്തിന്റെ അളവുകോലല്ല. കർത്താവിന്റെ യഥാർത്ഥ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. IMS അമ്മ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വം.